നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം പിറന്നാൾ. ഇന്ന് വിപുലമായ പരിപാടികൾക്കാണ് BJP പദ്ധതിയിടുന്നത്. 2014 മുതൽ തുടരുന്ന പതിവനുസരിച്ച് ഈ വർഷവും സേവനം ചെയ്യാനും വികസന പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കാനാണ് BJP മോദിയും ജന്മദിനം നീക്കിവച്ചിരിക്കുന്നത്. 1950 സെപ്റ്റംബർ 17-നാണ് ഗുജറാത്തിലെ മെഹസാന ജില്ലയിലെ വഡ്നഗറിൽ ദാമോദർദാസ് ബുൽചന്ദ് മോദി ഹീരാബെൻ ദമ്പതികളുടെ മകനായി നരേന്ദ്രമോദി ജനിച്ചത്. 8-ാം വയസ്സിൽ RSS പ്രവർത്തകനായ മോദി 1985-ലാണ് BJPയിലേക്ക് എത്തുന്നത്. 1987-ൽ നടന്ന അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മിന്നും വിജയത്തിന് പിന്നിൽ മോദിയുടെ തന്ത്രങ്ങളായിരുന്നു. ഇതോടെ മോദിയെ തേടിയെത്തിയത് ഗുജറാത്ത് BJPയുടെ സംഘടനാ സെക്രട്ടറി സ്ഥാനം, BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം, ദേശീയ സെക്രട്ടറി തുടങ്ങിയ വിവിധ സ്ഥാനങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 2001 ഒക്ടോബർ 7-നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം എത്തുന്നത്. 2014 വരെ മുഖ്യമന്ത്രിയെ തുടർന്ന മോദി പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തി. നരേന്ദ്രമോദിയുടെ ജന്മദിനം ഇക്കുറിയും രാജ്യവ്യാപകമായി സേവാ പർവ് ആയി ആചരിക്കാനാണ് BJPയുടെ തീരുമാനം. രക്തദാന ക്യാമ്പുകൾ, ശുചീകരണം, സൗജന്യ ഭക്ഷണ വിതരണം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ സേവാ പർവിന്റെ ഭാഗമായി BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒഡീഷയിലെത്തുന്ന മോദി വനിതകൾക്ക് 5 വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയുടെ വാഗ്ദാനമായിരുന്നു ഇത്. പലയിടങ്ങളിലും ഓട്ടോറിക്ഷകൾ യാത്രയ്ക്ക് ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂറത്തിലെ വ്യാപാരികളും ഇന്ന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചു. പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ സംഘടനകളും വ്യക്തികളും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജന്മനാടായ ഗുജറാത്തിൽ മോദിയുടെ ജന്മദിനം വ്യത്യസ്തമായ പരിപാടികളോട് ആഘോഷിക്കാനാണ് തീരുമാനം. സൗജന്യ ഓട്ടോ യാത്ര, കടകളിൽ ഡിസ്കൗണ്ട് തുടങ്ങിയവയും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ സൂറത്തിലെ 2500 വ്യവസായികൾ 10 മുതൽ 100% വരെ ഡിസ്കൗണ്ട് നൽകുമെന്ന് BJP നേതാവും MLAയുമായ പൂർണേഷ് മോദി അറിയിച്ചു. 110 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രകൾ സൗജന്യമായി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുമെന്ന് അജ്മീർ ഷെരീഫ് ദർഗ പ്രഖ്യാപിച്ചു. അന്നേ ദിവസം 4000 കിലോ വെജിറ്റേറിയൻ ഭക്ഷണം ലങ്കാറിൽ വിതരണം ചെയ്യും. ചോറ്, നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയാണ് വിതരണം ചെയ്യുക. ഗുരുക്കന്മാർക്കും പാവപ്പെട്ടവർക്കും സേവനമെന്ന നിലയിൽ ഭക്ഷണം വിതരണം ചെയ്യാനാണ് അജ്മീർ ഷെരീഫ് ദർഗയുടെ തീരുമാനം. അതേസമയം ജമ്മു കാശ്മീരിലെ തീവ്രവാദം അതിൻ്റെ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്ക് തുടക്കമിട്ടുകൊണ്ട് ദോഡ മേഖലയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന. 3 കുടുംബങ്ങൾ ജമ്മു കാശ്മീരിനെ തകർത്തെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. കോൺഗ്രസ്, PDP, നാഷണൽ കോൺഫറൻസ് പാർട്ടികൾ ഉന്നമിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. ഈ തെരഞ്ഞെടുപ്പ് 3 കുടുംബങ്ങളും കശ്മീർ ജനതയും തമ്മിലുള്ള പോരാട്ടമാണ്. കുടുംബരാഷ്ട്രീയം യുവാക്കളെ ദുരിതത്തിലാക്കുന്നു. കശ്മീരിനെ കുറിച്ച് മറ്റു പാർട്ടികൾ ചിന്തിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് ജമ്മു കാശ്മീരിനെ രാജ്യത്തിന്റെ സുരക്ഷിതവും സമ്പന്നമായ ഭാഗമാക്കുമെന്നും BJP റാലിയെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ജമ്മു കാശ്മീർ വിദേശ ശക്തികളുടെ ലക്ഷ്യമായി മാറുകയും കുടുംബരാഷ്ട്രീയം ഈ മനോഹരമായ പ്രദേശത്തെ ഉള്ളിൽ നിന്ന് പൊള്ളയാക്കുകയും ചെയ്തു. രാഷ്ട്രീയ കുടുംബങ്ങൾ അവരുടെ മക്കളെ ഉയർത്തിക്കാട്ടി. പുതിയ നേതൃത്വത്തെ വളരാൻ അനുവദിച്ചില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. 2014-ൽ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ ഒരു യുവ നേതൃത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ തന്റെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി മോദി അവകാശപ്പെട്ടു. വിദ്വേഷത്തിന്റെ കട നടത്തുന്ന ചില ആളുകൾ സ്നേഹത്തിന്റെ കട എന്ന ബോർഡിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നും രാഹുലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു. പോലീസിനെയും സൈന്യത്തെയും ആക്രമിക്കാൻ നേരത്തെ ഉയർത്തിയ കല്ലുകൾ ഇപ്പോൾ പുതിയ ജമ്മു കാശ്മീർ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും മോദി തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരുന്നു. ഈ മാസം 18-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രചാരണ റാലി കൂടിയായിരുന്നു ഇത്. 42 വർഷത്തിനു ശേഷമായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ദോഡ മേഖലയിൽ എത്തിയത്. വൻ സുരക്ഷാ വലയത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റാലി.